إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم وأن استغفروا ربكم ثم توبوا إليه يمتعكم متاعا حسنا إلى أجل مسمى ويؤتي كل ذي فضل فضلا وإن تولوا فإني أخاف عليكم عذاب يوم كبير اتقوا الله عباد الله أوصيكم وإياي بتقوى الله ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അർഹമർ റഹീമിനായ റബ്ബുൽ ഇസ്സത്ത് നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഹലാലായ മാർഗത്തിലൂടെ മാത്രം നാം റിസ്ഖ് തേടുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഹലാലും ത്വയ്യിബുമായ മാർഗത്തിലൂടെ മാത്രം നാം ഉപജീവനം തേടുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം അൽബാനി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ സ്വഹീഹുൽ ജാമിയിലൊക്കെ എടുത്തു കൊടുക്കുന്ന പ്രസിദ്ധമായ ഒരു ഹദീസ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന റൂഹൽ ഖുദ്സി നഫസ ഫീ റൂഇ. റൂഹുൽ ഖുദ്സ് അഥവാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ ഹൃദയത്തിൽ, മുഹമ്മദിന്റെ ഹൃദയത്തിൽ ഇട്ടു തന്നിരിക്കുന്നു. എന്താണത്? അന്ന നഫ്സൻ ലം തമൂത ഹത്താ തസ്തക്മില അജലഹാ വതസ്തവഇബ റിസ്ഖഹാ. ഒരാത്മാവും ഒരു നഫ്സും തനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഉപജീവനം തേടിപ്പിടിക്കാതെ മരിക്കുകയില്ല. ആകെ മനുഷ്യർക്ക് ആശങ്ക റിസ്ഖിന്റെ വിഷയത്തിലാണ്. അല്ലാഹു തആലയുടെ പ്രവാചകര് പറയാൻ, ഒരു നഫ്സും ഈ ലോകത്തൊരു ഉമ്മ പ്രസവിച്ച് വീണ ഒരൊറ്റ കുട്ടിയും മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള റിസ്ഖ്, ഉപജീവനം എന്ന് മലയാളീകരിച്ച് നമ്മൾ പറയുന്ന ആ റിസ്ഖ് തേടിപ്പിടിക്കാതെ മരിക്കുകയില്ല എന്ന് നബി പറയാൻ. ഫത്തഖുല്ലാഹ്, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. وأجملوا في الطلب ولا يحملن أحدكم استبطاء الرزق أن يطلبه بمعصيته. ഉപജീവനം, റിസ്ഖ് അന്വേഷിക്കുന്നത് മാന്യമായ രൂപത്തിലാക്കുക. നിങ്ങളിൽ ആരും മഅസിയത്തിലൂടെ, തെറ്റിലൂടെ, അനുസരണക്കേടിലൂടെ
അവന്റെ റിസ്ക് നേടാൻ നിർബന്ധിതരാകരുത്. ഹലാലല്ലാത്തൊരു വഴി, തട്ടിപ്പും വെട്ടിപ്പും ചൂഷണവും കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും അതുപോലെ പലിശയും അടക്കമുള്ള ഹലാലും തൊയ്യവുമല്ലാത്ത മാർഗങ്ങളിലൂടെ നിങ്ങളിൽ ഒരാളും റിസ്ക് തേടരുത്. ഫഇന്നല്ലാഹ തആല, അവിടുന്ന് പറയാണ്, ഫഇന്നല്ലാഹ തആല ലാ യുനാലു മാ ഇൻദഹു ഇല്ലാ ബിത്വാഅതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തീർച്ചയായും അല്ലാഹുവിന്റെ അടുക്കലുള്ളത് അവനെ അനുസരിക്കുന്നതിലൂടെ അല്ലാതെ നേടാനാവൂല എന്നാണ്. അല്ലാഹു അക്ബർ കബീറ. ഫഇന്നല്ലാഹ തആല ലാ യുനാലു മാ ഇൻദഹു, തീർച്ചയായും അല്ലാഹുവിന്റെ അടുക്കലുള്ളത് നേടാനാവില്ല എന്ന് പറഞ്ഞാൽ ദുനിയാവിലും ആഖിറത്തിലുമുള്ള അനുഗ്രഹങ്ങളിൽ നിന്നൊന്നും നേടാനാകില്ല. എപ്രകാരമല്ലാതെ ഇല്ലാ ബിത്വാഅതിഹി, അള്ളാഹുവിനെ അനുസരിക്കുന്നതിലൂടെ അല്ലാതെ. അങ്ങനെ പറഞ്ഞാൽ അതിന്റെ ശറഹിൽ കാണാം, അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുകയും അവന്റെ വിലക്കുകൾ ഒഴിവാക്കുകയും ചെയ്തുകൊണ്ടല്ലാതെ. അഥവാ ഹലാലും ഹറാമും വേർതിരിച്ച് ഹലാലും തൊയ്യിബായത് മാത്രം മതി എന്ന് തീരുമാനിക്കുന്നിടത്താണ് പ്രിയമുള്ളവരെ ഖൈറുള്ളത്, ബറക്കത്തുള്ളത്, എല്ലാ അർത്ഥത്തിലുമുള്ള ഔന്നത്യമുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ദുനിയാവിൽ നാളെ ആഖിറത്തിൽ എന്തൊക്കെ അല്ലാഹു നൽകുന്നുവോ അതൊക്കെ ഹലാലും തയ്യിബിലൂടെ മാത്രമാണ്. കാരണം എന്താ? റിസ്ഖിന്റെ ഉടമ റബ്ബാണ്. റിസ്ഖിന്റെ ഉടമ റബ്ബാണ്. ആളുകൾ പലപ്പോഴും പറയും, നമ്മൾ കേൾക്കാം, റിസ്ഖും മിനല്ലാഹി തആല. ഒരു പക്ഷേ പള്ളിയിൽ അയാളെ കാണാറില്ല. നമ്മൾ പലപ്പോഴും ചില രാജ്യങ്ങളിൽ, വിശേഷിച്ച് അറബ് രാജ്യങ്ങളിലൊക്കെയുള്ള ചില ചെറുപ്പക്കാർ പോലും പറയും, നമ്മളെ പോലെ ഇസ്ലാമിക ജീവിത രീതിയിൽ അത്ര തന്നെ കഴിച്ചതെന്ന് ഇപ്പോഴത്തെ നമ്മൾ കാണുന്നില്ലെങ്കിൽ പോലും അവനിൽ നിന്ന് പോലും പുറത്തു വരുന്നൊരു വാചകണ്ട്, റിസ്ഖും മിനല്ലാഹ്. വല്ലാത്തൊരു വാക്കാണത്. തവക്കുലിന്റെ, അതുപോലെ ഖദറിന്റെ, തഹ്ത മശീഅത്തില്ലാഹി വഖദരിഹി എന്ന ഉറച്ച വിശ്വാസത്തിൽ നിന്നുള്ളൊരു വർത്തമാനം. പ്രിയമുള്ളവർ, റിസ്ഖിന്റെ ഉടമ റബ്ബാണ്. അല്ലാഹ് പറഞ്ഞതാണ്. 34-ാമത്തെ അധ്യായം സൂറത്തു സബഇന്റെ 39-ാമത്തെ ആയത്ത് നബിയോട് പറയാൻ വേണ്ടി അല്ലാഹ് പറയാണ്, ഖുൽ ഇന്ന റബ്ബി യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദിഹി വയഖദിറു ലഹു. താങ്കൾ പറയുക നബിയെ, തീർച്ചയായും എന്റെ റബ്ബ് തന്റെ ദാസന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനം വിശാലമാക്കുകയും താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇടുങ്ങിയതാക്കുകയും ചെയ്യുന്നതാണ്. റിസ്ഖിന്റെ വിശാലത, റിസ്ഖിന്റെ വിശാലത അത് അല്ലാഹുവിന്റെ മശീഅത്തിന് താഴെയാണ്. അവന്റെ ഇച്ഛപ്രകാരമാണ്, അവന്റെ ഉദ്ദേശപ്രകാരമാണ്. അതാണ് അല്ലാഹു പറഞ്ഞത്, ചിലർക്ക് അല്ലാഹു തആല അത് വർദ്ധിപ്പിക്കും, ചിലർക്ക് അല്ലാഹു തആല അത് ചുരുക്കുമെന്നാണ്. അല്ലാഹു ചുരുക്കിയത് അങ്ങനെയാണ്. ഒരുപാട് ആളുകൾക്ക് നൽകാതെ ഒരാൾക്ക് മാത്രം നൽകിയത് അങ്ങനെയാണ്. കുറെ ആളുകൾക്ക് നൽകിയിട്ട് അതിന്റെ എത്രയോ ഇരട്ടി ഇരട്ടി ആളുകൾക്ക് നൽകാതിരുന്നത് അങ്ങനെയാണ്. കിട്ടിയവരും മനസ്സിലാക്കണം, കിട്ടാത്തവരും മനസ്സിലാക്കണം. നിങ്ങളൊന്ന് ആലോചിച്ചോക്കി, ഈ ഖുതുബയിൽ വന്നിരിക്കുന്ന ആളുകളിൽ സൗന്ദര്യത്തിൽ വ്യത്യാസമുള്ളവരുണ്ട്, ആരോഗ്യത്തിൽ വ്യത്യാസമുള്ളവരുണ്ട്, ആരോഗ്യത്തിൽ വ്യത്യാസമുള്ളവരുണ്ട്. എന്തിന്? ധരിച്ച വസ്ത്രത്തിൽ പോലും വ്യത്യാസമുള്ളവരുണ്ട്, പലതിലും വ്യത്യാസമുള്ളവരുണ്ട്. എന്നതുപോലെ റബ്ബുൽ ഇസ്സത്ത് വ്യത്യാസമാക്കിയ ഒന്നാണ് റിസ്ഖ്. അതിലും ആളുകൾ വ്യത്യസ്തരാണ്. കാരണം എന്താ? അതിന്റെ ഖദർ നിശ്ചയിച്ചത് അല്ലാഹുവാണ്, അതിന്റെ ഉടമ അല്ലാഹുവാണ്. പിന്നെ നമ്മൾ എന്തിനാരെ ഭയപ്പെടണം? എന്തിനാരെ ഭയപ്പെടണം? നമ്മൾ ആര് മുടക്കും? അല്ലാഹു നിശ്ചയിക്കാതെ ഒരാൾക്കും നമ്മുടെ അന്നം മുടക്കാനാകില്ല. അല്ലാഹു നിശ്ചയിക്കാതെ ഒരാൾക്കും നമ്മുടെ സൗഖ്യത്തെ നീക്കാനാകില്ല. അല്ലാഹു നിശ്ചയിക്കാതെ ഒന്നും ഇവിടെ സംഭവിക്കൂല. വളരെ കൃത്യല്ലേ ഇത്? പ്രിയമുള്ളവരെ, ഇവിടെ വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കണം. റിസ്ഖ്, ഉപജീവനം, അത് വിശാലമായി എനിക്കും നിങ്ങൾക്കും ലഭിക്കുന്നതിനുള്ള ചില മാർഗങ്ങളെ പറ്റി അള്ളാഹുവും അവന്റെ റസൂലും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിന്റെ ഉടമ റബ്ബാണ്. അവനിൽ നിന്ന് അതെനിക്കും നിങ്ങൾക്കും ലഭിക്കാൻ അള്ളാഹു നിശ്ചയിച്ച ചില മാർഗങ്ങൾ, അവന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ചില മാർഗങ്ങൾ. അതിലേറ്റവും പ്രധാനമായ ഒന്ന് ഇസ്തിഗ്ഫാറും തൗബയുമാണ്. സുബ്ഹാനക യാ അലീം. ഇസ്തിഗ്ഫാറും തൗബ,
എന്താണത്? അള്ളാഹുവിനോട് മനസ്സ് നിറഞ്ഞ പാപമോചനം തേടൽ, അള്ളാഹുവിനോട് എല്ലാ നിലക്കുമുള്ളതിൽ നിന്ന് ഉള്ള പൂർണ്ണമായ മാറ്റം, തൗബത്തൻ നസൂഹ. ഇത് രണ്ടും ഒരാളുടെ ജീവിതത്തിൽ നിരന്തരമായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റിസ്ഖിൽ വിശാലത നൽകുമെന്ന് അല്ലാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ച കാര്യമാണ്. റബ്ബുൽ ഇസ്സത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു വാക്കെന്നറിയോ? ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ. തീർച്ചയായും നിന്റെ റബ്ബ് വിശാലമായി പാപമോചനം നൽകുന്നവനാകുന്നു. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പാപമോചനമില്ലായിരുന്നുവെങ്കിൽ, ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി പറഞ്ഞൊരു വാക്കുണ്ട്, അള്ളാഹുവിന്റെ പാപമോചനമില്ലായിരുന്നുവെങ്കിൽ അടിമകളും നാടുകളും നശിച്ചു പോകുമായിരുന്നു. അള്ളാഹുവിന്റെ ക്ഷമയും വിട്ടുവീഴ്ചയും ഇല്ലായിരുന്നുവെങ്കിൽ ആകാശം ഈ ഭൂമിക്ക് മേൽ പതിക്കുമായിരുന്നു, അതിലൊരു ജീവിയും അവശേഷിക്കുമായിരുന്നില്ല. എല്ലാം അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ കീഴിലാണ്. പ്രിയമുള്ളവരെ, ഒരു മുഅ്മിൻ യാതൊരു കാരണവശാലും ഇസ്തിഗ്ഫാർ വൈകിപ്പിക്കാൻ പാടില്ല. ഇസ്തിഗ്ഫാറിന്റെ അനവധി സവിശേഷതകളിൽ ഒന്നിനെ കുറിച്ച് മാത്രമാണ് നമ്മളോട് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ട കാര്യം, അള്ളാഹുവിങ്കിൽ നിന്ന് പാപമോചനം തേടാൻ, അള്ളാഹുവിൽ നിന്ന് പാപമോചനം ലഭിക്കാൻ ധൃതി കാണിക്കണമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുഅ്മിനീങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. വസാരിഉ ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത ലിൽ മുത്തഖീൻ. നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള പാപമോചനത്തിലേക്ക്, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗവും നേടിയെടുക്കാൻ സാരിഊന, ധൃതി കാണിക്കണം. അതന്നെയാണ് ഫഫിറു ഇലല്ലാഹ്. മറ്റൊരായത്തിൽ അത് തന്നെയാണ് സാബിഖു. സാബിഖു, മുൻകടക്കണം. തസാബഖ, എല്ലാരെയും അതിജയിക്കണം, ഒന്നാമതെത്തണം, മത്സരിക്കണം. എന്തിൽ? അതിലൊന്നാമത്തെ വിഷയം അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിക്കുന്നതിന് വേണ്ടിയാണ്. ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത് കാണാം. മഹാനായ സഈദ് ഇബ്നു ജുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി ഫി ഖൗലില്ലാഹി തആല വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള പാപമോചനം ലഭിക്കുന്നതിലേക്ക് നിങ്ങൾ മുന്നിടുക എന്ന് പറയുമ്പോ അതിനെ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറയാണ് ഖാല ലിദുനൂബിക്കും, നിങ്ങളുടെ പാപങ്ങൾക്ക് മോചനം നേടുന്നതിലേക്ക് നിങ്ങൾ മുന്നിട്ട് വരിക, നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കുന്നതിലേക്ക് നിങ്ങൾ മുന്നിട്ട് വരിക. ഈ ആയത്തിന് 6 or 7 വിവരണങ്ങൾ കാണാം. എല്ലാം ഒന്നിനോടൊന്ന് ചേർന്നതാണ്, വൈരുദ്ധ്യങ്ങളല്ല വൈവിധ്യങ്ങളാണ്. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാഖ്യാനമാണിത്, നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കുന്നതിലേക്ക് നിങ്ങൾ മുന്നേറുക എന്നാണ്. പ്രിയമുള്ളവരെ, അറിഞ്ഞും അറിയാതെയും മനഃപൂർവമല്ലാതെയും രഹസ്യത്തിലും പരസ്യത്തിലും സംഭവിച്ചു പോകുന്നത് മുഴുവനും പൊറുപ്പിക്കാൻ, മാപ്പ് ലഭിക്കാൻ അള്ളാഹുവിന്റെ മുന്നിലേക്ക് കരങ്ങൾ നീട്ടേണ്ടവരാണ് നമ്മൾ. എത്രത്തോളം ഗൗരവമുള്ള കാര്യം എന്നറിയൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദമിന്റെ മക്കളെ കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്, കുല്ലു ബനി ആദമ ഖത്താഉൻ. ഇതൊരു ആശ്വാസമാണ്, മറുവശത്ത് ഇതൊരു താക്കീത് കൂടിയാണ്. ആദം സന്തതികളിൽ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാണ്. പറ്റും, സംഭവിക്കും, വീഴ്ചകൾ വരും, അബദ്ധങ്ങൾ ഉണ്ടാകും, സംസാരത്തിൽ ഇടപെടലിൽ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അല്ലാഹുവിന്റെ റസൂൽ പറയാൻ ഉണ്ടാകുന്നാണ്. എന്നാൽ വഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ, അവിടെയാണ് പ്രത്യേകത, അവിടെയാണ് നമ്മൾ മാറി നിൽക്കേണ്ടത്. എന്താണത്? തെറ്റ് ചെയ്യുന്നവരിൽ ഉത്തമർ അവർ പശ്ചാത്തപിക്കുന്നവരാണ്, അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി മടങ്ങുന്നവരാണ്. തൗബത്തൻ നസൂഹ, പിന്നീട് ഒരിക്കലും അതിലേക്ക് വരാതിരിക്കാനുള്ള ബദ്ധശ്രദ്ധ, ഖേദപ്രകടനങ്ങൾ, അള്ളാഹുവിലേക്ക് കണ്ണ് നിറഞ്ഞ ഹൃദയം പടച്ച് റബ്ബിനോടുള്ള ചോദ്യങ്ങൾ. തൗബത്തൻ നസൂഹ. എത്രത്തോളം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയായിരുന്നു എന്നാണ്. യാ അയ്യുഹന്നാസ്, നബി പറയാൻ, സ്വഹാബത്തിനോട് പറയാൻ, തൂബു ഇലല്ലാഹ്, തൂബു ഇലല്ലാഹ് ഫഇന്നി അതൂബു ഫിൽ യൗമി ഇലൈഹി 100 മറത്തിൻ. അള്ളാഹുവിലേക്ക് നിങ്ങൾ മടങ്ങുകയും ഖേദിച്ച് മടങ്ങുകയും തൗബ ചെയ്ത് മടങ്ങുകയും അവരോട് നിങ്ങൾ പാപമോചനത്തിന് അർത്ഥിക്കുകയും ചെയ്യുക. കാരണം ഞാൻ പറയുന്നതാരാ? സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിന്റെ വാതിൽ മുട്ടി ഒന്നാമത് സ്വർഗത്തിലേക്ക് എത്തുന്നവരാണ്. മഅസൂമാണ്. മഅസൂമായി റസൂൽ പറയാണ്, ദിവസവും ഞാൻ
100 പ്രാവശ്യം അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നു. 100 തെറ്റുകൾ ചെയ്യുന്ന ഞാനും നിങ്ങളുമോ? എത്രത്തോളം ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയാന്നറിയോ മുഅ്മിനീങ്ങളത്. ഈ വാക്ക് റമദാനിലെ ഖുത്ബയിൽ പോലും നമ്മൾ ആവർത്തിച്ചിട്ടുണ്ട്. ഇതേ ഹദീസ് മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് അൽ ഹറാനി അവിടുന്ന് പറഞ്ഞൊരു വാക്കുണ്ട് ഇതിന്റെ ഫളലുകൾ പറയുന്നിടത്ത്. അക്സിറൂ, നിങ്ങൾ വർദ്ധിപ്പിക്കണം, അധികരിപ്പിക്കണം, ധാരാളമാക്കണം. എന്ത്? മിനൽ ഇസ്തിഗ്ഫാർ, നിങ്ങൾ ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കണം. എവിടെയൊക്കെ? ഫീ ബുയൂതികും വഅലാ മവാഇദികും വഫീ തുറുഖികും വഫീ അസ്വാഖികും വഫീ മജാലിസികും വഅയ്നമാ കുൻതും ഫഇന്നകും മാ തദ്റൂന മതാ തൻസിലുൽ മഗ്ഫിറ. അല്ലാഹു അക്ബർ. വല്ലാത്തൊരു വാക്കാണ് അവിടുന്ന് പറഞ്ഞത്. എന്താണ്? നിങ്ങൾ നിങ്ങളുടെ വീടുകളിലും നിങ്ങളുടെ തീന്മേശകളിലും നിങ്ങൾ നടന്നു പോകുന്ന വഴികളിലും അങ്ങാടികളിലും സദസ്സുകളിലും നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. കാരണം കാരണം എപ്പോഴാണ് മഗ്ഫിറത്ത് ഇറങ്ങുക എന്ന് നിങ്ങൾക്കറിയില്ല. മഹാനായ ശൈഖുൽ ഇസ്ലാം പറഞ്ഞ വാക്കാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഇസ്തിഗ്ഫാറിനൊരു വലിയ മെച്ചമുണ്ട്. പക്ഷേ നമ്മളിന്ന് ഖുത്ബയിൽ സൂചിപ്പിക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭൗതിക ഗുണത്തെ പറ്റിയാണ്. അതെന്താണ്? അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്ന, അള്ളാഹുവിനോട് തൗബ നിർവഹിക്കുന്ന ആളുകൾക്ക് അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അവരുടെ ദർജയെ വർദ്ധിപ്പിക്കുകയും അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഖൈറാത്തുകളും നിഅമാത്തുകളും ബറകാത്തുകളും ഫളലുകളും അല്ലാഹു നൽകുകയും ചെയ്യുന്നതിനപ്പുറത്തേക്ക് റബ്ബുൽ ഇസ്സത്ത് ഈ ദുനിയാവിലെ ജീവിതത്തിൽ അവർക്ക് സൗഖ്യം നൽകും, അവർക്ക് വിശാലമായ റിസ്ഖ് നൽകും. ഞാൻ പറഞ്ഞതല്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൊക്കെ കാണാം. എന്താ ദലീൽ? അല്ലാഹു പറയാണ്, വഅനിസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി യുമത്തിഉകും മതാഅൻ ഹസനൻ ഇലാ അജലിൻ മുസമ്മാ വയുഅതി കുല്ലദീ ഫളലിൻ ഫളല. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുകയും എന്നിട്ട് അവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുക. തൗബയും ഇസ്തിഗ്ഫാറും. അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. എത്ര തരം ഇസ്തിഗ്ഫാറുകൾ, എത്ര തരം തൗബകൾ! അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അല്ലെങ്കിൽ സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. നിരവധി ഇസ്തിഗ്ഫാറുകൾ. നീ ഒന്നും അറിയില്ലേ? അറബിയിലെ ലഫ്ള് അറിയില്ലേ? ഒരു അറബിയുടെ അക്ഷരം പോലും അറിയില്ലേ? എന്നാലൊന്നും മനസ്സ് നിറഞ്ഞിട്ട് പറയും, അല്ലാഹുവേ പുറത്താലും മാപ്പാക്കിയാലും ഞാനിതാ ഖേദിച്ചു മടങ്ങിയിരിക്കുന്നു. അങ്ങനെയെങ്കിലും പറയാം. അങ്ങനെയെങ്കിലും പറഞ്ഞാൽ എന്താ മെച്ചം? അല്ലാഹു തആല പറയാണ്, നിങ്ങൾക്ക് ഞാനൊരു നിർണിതമായ അവധി വരെ അവൻ അല്ലാഹു നിങ്ങൾക്ക് നല്ല സൗഖ്യം അനുഭവിപ്പിക്കുകയും ഉത്കൃഷ്ട ഗുണമുള്ള എല്ലാവർക്കും അല്ലാഹു അവന്റെ നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ നൽകുന്നതുമാണ് എന്നാണ് ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് മുഫസ്സിറുകൾ വിശാലമായി പറഞ്ഞു പോയിട്ടുണ്ട്. അതിൽ ആധുനികയിൽ പ്രസിദ്ധനായ മഹാനായ മുഹമ്മദുൽ അമീൻ അശ്ശൻഖീത്തി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ അളവാഉൽ ബയാനിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, വല്ലാഹിറു അന്നൽ മുറാദ ബിൽ മതാഇൽ ഹസൻ. എന്താണ് ഈ മതാഇൽ ഹസൻ? ഇസ്തിഗ്ഫാർ നടത്തിയാൽ, തൗബ ചെയ്താൽ അല്ലാഹു മതാഉൻ ഹസൻ നൽകുമെന്ന്. എന്താണ്? മലയാളത്തിൽ സുഖം അനുഭവിപ്പിക്കും, നല്ല സുഖാനുഭവം നൽകും എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹം പറഞ്ഞു, സഅത്തുർ റിസ്ഖ് വറഗദുൽ ഐഷ് വൽ ആഫിയതു ഫിദ് ദുനിയ. ധാരാളം ഉപജീവന മാർഗം നൽകും. പറയേണ്ടതൊരു വാക്കാണ്, അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി. ധാരാളം ഉപജീവന മാർഗം ലഭിക്കും. പറയേണ്ടതൊരു വാക്കാണ്, അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി. സുഖപ്രദമായ ജീവിതം ഉണ്ടാകും, ആശ്വാസമുള്ള, സംതൃപ്തിയുള്ള, മനസ്സമാധാനമുള്ള. പട്ടിണി കിടന്നാൽ ഒരു ആശ്വാസം ഉണ്ടാകും. അങ്ങനത്തെ ഒരു നല്ല ജീവിതം ഉണ്ടാകുന്നതാണ്. നമുക്കിന്ന് ഇല്ലാത്തതാണ്. ആളുകൾ പറയില്ലേ, പട്ടിണി കിടന്നാൽ പോലും ഉള്ള കഞ്ഞിവെള്ളം കുടിച്ചാൽ പോലും ഒരു മനസ്സമാധാനം. അതേ, അസുഖപ്രദമായ ജീവിതം ഉണ്ടാകുന്നതാണ്. മാത്രമല്ല വൽ ആഫിയതു ഫിദ് ദുനിയ.
ദുനിയാവിൽ അല്ലാഹു സൗഖ്യം നൽകും. നാം പ്രാർത്ഥിക്കാറുണ്ട് രാവിലെ, നാം പ്രാർത്ഥിക്കാറുണ്ട് വൈകുന്നേരങ്ങളിൽ. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയത ഫിദ്ദുനിയാ വൽ ആഖിറ. തീർന്നിട്ടില്ല. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയത ഫീ ദീനി വദുനിയായ വഅഹ്ലി വമാലി. യാ അല്ലാഹ്, എന്തിലൊക്കെ അത്ഭുതം തോന്നിപ്പോകും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകൾ വായിക്കുന്നിടത്ത്, അത് ചൊല്ലുന്നിടത്ത് വല്ലാത്തൊരു അനുഭൂതിയാണ്. കണ്ണിന്, കാതിന്, കാലിന്, കൈക്ക്, ലൈംഗികാവയവത്തിന്, നാവിന്, ശരീരങ്ങൾക്ക് മൊത്തം, ജവാരിഹുകൾക്ക് മൊത്തം, ഹൃദയത്തിന്, മനസ്സിന്, റൂഹിന്, എല്ലാറ്റിനും ആഫിയത്ത് ചോദിക്കുന്ന പ്രാർത്ഥനകൾ. അല്ലാഹു അക്ബർ. അൽഹംദുലില്ലാ, എത്ര സ്തുതിച്ചാലും മതിയാവൂല മുസ്ലിമായി എന്നതിന്റെ പേരിൽ. അൽഹംദുലില്ലാ, എത്ര സ്തുതിച്ചാലും മതിയാവൂല ഈ മതത്തിന്റെ ആളായതിൽ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ആലോചിച്ചോക്ക്, എത്ര വലിയ അത്ഭുതമാണ്. എന്തൊക്കെയാ ഓഫറുകൾ, റിസ്ഖിന്റെ വിശാലത, സൗഖ്യമുള്ള ജീവിതം, ദുനിയാവിൽ സുഖപ്രദമായ ജീവിതം, എല്ലാം. കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, നൂഹ് നബി അലൈഹിസ്സലാമയുടെ വാചകം 71-ാമത്തെ അധ്യായം സൂറത്ത് നൂഹ് 10 മുതൽ 12 വരെ. ആദ്യത്തെ റസൂൽ 950 കൊല്ല കാലഘട്ടത്തിലെ പ്രബോധന പാരമ്പര്യം. അക്രമികളും തെമ്മാടികളും താന്തോന്നികളും മറക്കടമുഷ്ടിക്കാരുമായ ശിർക്കിന്റെ ആദ്യത്തെ വക്താക്കളായ ഒരു സമൂഹത്തെ നേർവഴിയിലേക്ക് നയിക്കാൻ രാപ്പകലില്ലാതെ ലൈലൻ വനഹാറ അള്ളാഹുവിന്റെ ദീനിലേക്ക് ദഅവത്ത് നടത്തിയ മഹാൻ. 950 കൊല്ലത്തെ ദഅവത്തിന്റെ പാരമ്പര്യം. അദ്ദേഹം സമൂഹത്തോട് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ വാക്ക്? ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. അങ്ങനെ ഞാൻ പറഞ്ഞു, നൂഹ് നബി പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുക, തീർച്ചയായും അല്ലാഹു അവൻ ഏറെ പൊറുക്കുന്നവനാകുന്നു. അടുത്ത വരി എന്തറിയോ? ഒന്ന് പാപമോചനാണ്, പാപമോചനാണ്. എന്നിട്ട് പറയാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. അവൻ നിങ്ങൾക്ക് ഉപരിയിൽ നിന്ന് മഴ സമൃദ്ധമായി അയച്ചു തരുന്ന. പറയേണ്ടത് ഒറ്റ വാക്കാണ്, അസ്തഗ്ഫിറുല്ലാഹ്. ഒറ്റ വാക്ക്. പിന്നെയോ വയുംദിദുകും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ. അവൻ നിങ്ങൾക്ക് സ്വത്തുക്കളും സന്താനങ്ങളും കൊണ്ട് നിങ്ങളവൻ പോഷിപ്പിക്കും, ബറക്കത്ത് നൽകും, വർധനവുണ്ടാക്കും, അഭിവൃദ്ധി ഉണ്ടാക്കും. കൂടാതെ നിങ്ങൾക്ക് അവൻ തോട്ടങ്ങളും അരുവികളും ഉണ്ടാക്കി തരികയും ചെയ്യും. ഏത്? ഒരു വാക്ക് പറയണം. ഏതാണത്? അള്ളാഹുവിനോടുള്ള ആത്മാർത്ഥമായ പശ്ചാത്താപത്തിന്റെ വാചകം. അത് നിങ്ങൾ ഹൃദയം തട്ടി പറഞ്ഞാൽ അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കുന്നു. മാത്രമല്ല, ഈ ദുനിയാവിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുമെന്നാണ്. ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് മഹാനായ ഹാഫിദ് അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വിവരിക്കുന്ന ഒരു വിവരണമുണ്ട്. യാ അല്ലാഹ്, ജീവിതത്തിന്റെ ബോധമുള്ള ഒരു മണ്ഡലങ്ങളിലും ഇസ്തിഗ്ഫാർ മറക്കാതിരിക്കാൻ എനിക്കും നിങ്ങൾക്കും സഹായകമാകുന്ന ഒരു വാചകം. എന്താ അദ്ദേഹം പറഞ്ഞറിയോ? അതായത് ഇദാ തുബ്തും ഇലല്ലാഹി വസ്തഗ്ഫർതുമൂഹു വഅതഅതുമൂഹു, നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുകയും പാപമോചനം തേടുകയും അതുപോലെ അവനെ അനുസരിക്കുകയും ചെയ്താൽ കസുറ റിസ്ഖു അലൈക്കും വഅസ്ഖാകും മിൻ ബറകാത്തിസ് സമാ وأنبت لكم من بركات الأرض وأنبت لكم الزرع وأدر لكم الضرع وأمدكم بأموال وبنين أي أعطاكم الأموال والأولاد. الله أكبر كبيرا. എന്തൊക്കെയാണത്? അവൻ നിങ്ങൾക്ക് റിസ്ഖിനെ വർദ്ധിപ്പിക്കും. നിങ്ങൾ പറയേണ്ടത് ഒരു വാക്കാണ്, അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. എങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് റിസ്ഖിനെ വർദ്ധിപ്പിക്കും, മഴ സമൃദ്ധമായി ലഭിക്കും, ഭൂമിയിൽ വിഭവങ്ങൾ മുളക്കും, കൃഷിയിൽ ഐശ്വര്യം കൈവരും, കന്നുകാലികളുടെ അകിട് പാല് കൊണ്ട് വീർക്കും, സമൃദ്ധമാകും. കന്നുകാലികളുടെ, നാൽക്കാലികളുടെ അകിട് പാലുകൾ കൊണ്ട് സമൃദ്ധമാകും. സമ്പത്തിലും സന്താനത്തിലും വർധനവുണ്ടാകും. അദ്ദേഹം വാചകം അവസാനിപ്പിക്കണ എങ്ങനെയെന്നറിയോ? വജഅല ലക്കും ജന്നാത്തിൻ ഫീഹാ അൻവാഅ الثمار وخللها بالانهار الجاريه.
നിങ്ങൾക്ക് വൈവിധ്യമാർന്ന തോട്ടങ്ങളും വിഭിന്നമായ ഫലങ്ങളും ലഭിക്കും. അവക്കിടയിലൂടെ, ആ തോട്ടങ്ങൾക്കിടയിലൂടെ ഇന്ന് നമ്മൾ ഓതിപ്പോയ സൂറത്തുൽ കഹ്ഫിൽ ഒരു തോട്ടക്കാരന് ആ തോട്ടത്തിനടിയിലൂടെ അരുവികൾ ലഭിച്ചതിന്റെ കഥ വായിക്കുന്നിടത്ത് അനുഭൂതിയോടെ വായിച്ചവരെ നമ്മള് ഇവിടെ ഇസ്തിഗ്ഫാറും തൗബയും നടത്തുന്നവരെ കുറിച്ച് പറയണം. അവന് ആ തോട്ടത്തിന്റെയും തോട്ടത്തിനിടയിലൂടെ, ഫലങ്ങളുള്ള തോട്ടത്തിനിടയിലൂടെ അള്ളാഹു ഒഴുകുന്ന പുഴകൾ നൽകും. പറയേണ്ടത് ഒരു വാക്കാണ്, അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. ആലോചിച്ചൊക്കെ സത്യത്തിൽ പറയണത് എന്തിനാണ്? എന്തിനാ നമ്മൾ പറയണത്? നമ്മളെ പാപം പൊറുക്കാനാണ്. പാപം പൊറുക്കാനാ പറഞ്ഞത്. പക്ഷെ ലഭിച്ചതോ ദുനിയാവാണ്. ആഖിറത്തിന് വേണ്ടിയാ തേടിയത്. ആഖിറം നൽകുന്നതോടൊപ്പം അല്ലാഹു ദുനിയാവ് നൽകണം. അത് നിങ്ങൾക്ക് ഇസ്ലാമിൽ മാത്രം കിട്ടുന്ന ഒന്നാണ്. ദീനിൽ മാത്രം, വേറെ എവിടെ ഇത് കിട്ടില്ല. അല്ലാഹുവിന്റെ ദീനിൽ മാത്രം. അൽഹംദുലില്ലാഹ്. ഈ ആയത്തിനെ നിരവധി ഹദീസുകളെ ഒക്കെ ജംഅ് ചെയ്തിട്ട്, ക്ലബ് ചെയ്തിട്ട്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ യോജിപ്പിച്ചിട്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മുഹഖിഖീങ്ങളായ മുഫസ്സിരീങ്ങളും പണ്ഡിതന്മാരും പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. ഇവിടെ എന്തൊക്കെ കിട്ടുക? ഒന്ന് പാപമോചനാണ്. അത് നമ്മൾ ആഗ്രഹിച്ചത്, അതിനാ തേടിയത്. പൊറുക്കണ റബ്ബേ എന്നാ ചോദിച്ചത്. അള്ളാഹു പൊറുത്തരുന്നാണ്. കാരണം എന്താ? വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ ഫൽയസ്തജീബു ലീ. എത്ര സ്ഥലത്താ എന്നോട് ചോദിച്ചു, ഞങ്ങൾക്ക് ഉത്തരം തരും. അള്ളാഹു ഉത്തരം തരും. അതാണ് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നത്. ചോദിച്ചോളൂ തരാം, തേടിക്കോളൂ നൽകാം, മാപ്പപേക്ഷിച്ചോളൂ തരാം എന്ന് അള്ളാഹു പറയുമെന്നാണ്. അള്ളാഹു തരും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നൽകും. പക്ഷേ അള്ളാഹുവിന്റെ കൂടെ നൽകണം എന്താണ്? ഒന്ന് മഴയാണ്. എങ്ങനത്തെ മഴ? ഒരു നാട് മുഴുവനും നശിപ്പിക്കുന്ന മഴയല്ല. അൽ മതറു മഅൽ ബറക. ബറക്കത്തുള്ള മഴ. അതുപോലെ അള്ളാഹു നൽകുന്നത് മക്കളെയാണ്. എങ്ങനത്തെ മക്കൾ? മാമ്പൂ കണ്ടും മക്കളെ കണ്ടും ആശിക്കരുത് എന്ന പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള മക്കളല്ല. മാതാപിതാക്കൾക്ക് ശാപമായ മക്കളല്ല. പറഞ്ഞാൽ അനുസരിക്കാത്ത കുരുത്തം കെട്ട മക്കളല്ല. കൺകുളിർമ നൽകാത്ത മക്കളല്ല. അബ്നാഉൻ മഅൽ ബറക. ബറക്കത്തുള്ള മക്കൾ അള്ളാഹു നൽകുമാറാകട്ടെ. പറയേണ്ടതൊരു വാക്കാണ്. പ്രിയമുള്ളവരുങ്ങൾ ആലോചിച്ചു, ഇതൊക്കെ ദുനിയാവിൻ്റെതാണ് എല്ലാം. ഇനിയും 9-10 കാര്യങ്ങൾ അഹ്ലുസുന്നയുടെ ഇമാമിങ്ങൾ വിശദീകരിക്കേണ്ട ഇസ്തിഗ്ഫാറിന്റെ ഫളായിലുകളായിട്ട്. മഹാനായ അഹ്ലുസുന്ന വൽ ജമാഅയുടെ ഇമാം ഹസനുൽ ബസ്രി റഹ്മഹുല്ലാഹ്, ഞാനിതിന്റെ അറബി ഒഴിവാക്കാം, മലയാളം മാത്രം പറയും. അദ്ദേഹം ഇങ്ങനെ ചോദിച്ച ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ, നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. വീടുകളിലും ഭക്ഷണത്തടികൾക്കരികിലും ഭക്ഷണം കഴിക്കുന്നതിനരികിലും വഴിയോരങ്ങളിലും സദസ്സുകളിലും അങ്ങാടികളിൽ നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. എന്താ മെച്ചെന്നറിയോ? നിശ്ചയം ബറക്കത്ത് എപ്പോൾ അവതരിക്കുമെന്ന് നിങ്ങൾ അറിഞ്ഞെന്നു വരില്ല. മഹത്തുക്കളൊക്കെ പറഞ്ഞ വാചകങ്ങൾക്ക് വലിയ സാമ്യതകളുണ്ട്. ലഫ്ലിൽ പോലും സാമ്യത ഉണ്ട്. കാരണം എന്താ? ഒരാൾ പറഞ്ഞത് തന്നെ കൃത്യമായിട്ട് മറ്റൊരാൾ പറഞ്ഞ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ. ഇത് ജീവിതത്തിലെ അനുഭവമാണ്. ഒരിക്കൽ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അരികിലേക്ക് ഒരാൾ വന്നു. 3 ആളുകൾ വന്നു. ഒരാൾ വന്നിട്ട് പറഞ്ഞു ക്ഷാമമാണ്. മറ്റൊരാൾ വന്നിട്ട് പറഞ്ഞു വെള്ളത്തിന്റെ പ്രയാസത്തെ കുറിച്ച് പറഞ്ഞു. മറ്റൊരാൾ വന്നിട്ട് മക്കളില്ലാത്തതിന്റെ വിഷമത്തെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ വന്ന 3 ആളോടും മഹാനായ ഹസനുൽ ബസ്രി പറഞ്ഞു കൊടുത്തത് നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം എന്നാണ്. അതതിന് പരിഹാരമാണെന്നാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ആ റിസ്ഖ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ ലോകത്ത് മനുഷ്യരാശി ഹലാലോ ഹറാമോ നോക്കാതെ തട്ടിപ്പും വെട്ടിപ്പും കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും സ്വജനപക്ഷപാതവും ആളുകളുടെ അടിവയറ്റിലേക്ക് പിച്ചാത്തി കയറ്റുന്നത് പോലും ഈ ദുനിയാവിന്റെ 2 അറ്റം മുട്ടിക്കാനാണ്. അത്തരം ആളുകളോടൊക്കെ അള്ളാഹുവും അവന്റെ റസൂലും അഹ്ലുസുന്ന വൽ ജമാഅയും പഠിപ്പിക്കുന്നത് നിങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങുക, ഇസ്തിഗ്ഫാറും തൗബയും പതിവാക്കുക. എങ്കിൽ അള്ളാഹു തങ്ങൾക്ക് സമൃദ്ധമായി റിസ്ഖ് നൽകുമെന്നാണ്. അല്ലാഹു അക്ബർ കബീറ. ഒരുപാട് ഉദ്ധരണികൾ, ഒരുപാട് തെളിവുകൾ. ഇത് റിസ്ഖിന്റെ വിശാലതയുടെ ഒരു മാർഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
ഇത്തരം ഹലാലും തൊയ്യിബുമായ അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ച റിസ്ഖിന്റെ വിശാലതയുടെ മാർഗങ്ങളിലേക്ക് പ്രവേശിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് حمدا كثيرا طيبا مباركا فيه اللهم صل وسلم على نبينا محمد اتقوا الله عباد الله اوصيكم واياي بتقوى الله. സഫിൽ ഒരൽപ്പം കൂടി മുന്നിലേക്ക് കയറിയിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. സഫിൽ കുറേ വിടവുകളുണ്ട്. പുറത്തെ പള്ളിയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് AC പ്രയാസം അല്ലെങ്കിൽ ഉള്ളിലേക്ക് കയറിയിരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റിസ്ഖിന്റെ വിശാലത, അതിൽ ബറക്കത്തുണ്ടാകാനൊക്കെ അഹ്ലുസുന്ന വൽ ജമാഅ പഠിപ്പിച്ച നിരവധി കാര്യങ്ങളിൽ ഇന്ന് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് രണ്ടാമത്തെ കാര്യം, ഇബാദത്തുകളിൽ നിരന്തരമായി മുഴുകുന്ന ഒരാൾ, അദ്ദേഹത്തിന് അള്ളാഹു തൗഫീഖ് ചെയ്താൽ അദ്ദേഹത്തിന്റെ റിസ്ഖിൽ വിശാലതയുണ്ടാകുമെന്നാണ്. കാരണം എന്തറിയോ, എന്നെയും നിങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരാണ് അള്ളാഹു തആല പറഞ്ഞത്. 51-ാമത്തെ അധ്യായം സൂറത്തു ദാരിയാത്ത് 56-ാമത്തെ ആയത്ത്. അതെന്താണ്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും മനുഷ്യരെയും എന്നെ, അഥവാ അള്ളാഹു പറയാണ്, അള്ളാഹുവിനെ ഇബാദത്തെടുക്കുവാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ലെന്ന്. ആയത്തിന്റെ തഫ്സീറിൽ മഹാനായ മുഫസ്സിർ ഹബറുൽ ഉമ്മ റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്ന് പറയുന്നു, ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് പറഞ്ഞാൽ ഐ ഇല്ലാ ലിയുവഹിദൂന, എന്റെ വഹ്ദാനിയത്ത് അംഗീകരിക്കുന്നതിന് വേണ്ടിയല്ല. അതായത് ഖാലിഖും മാലിക്കും റാസിഖും മുദബ്ബിറുമായ അള്ളാഹുവിന് മാത്രമാണ് ഇബാദത്തിന് അർഹൻ. ഇബാദത്തിന് അർഹത അവന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവനിൽ ഒരാളെയും പങ്കു ചേർക്കാൻ പാടില്ല. നമുക്കൊക്കെ അറിയുന്നൊരു യാഥാർത്ഥ്യമാണത്. നമ്മുടെ ഇബാദത്തുകൾ, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, പ്രാർത്ഥന, സഹായാർത്ഥന, സഹായത്തേട്ടം, നേർച്ച, ബലി, സത്യം ചെയ്യൽ, ഇങ്ങനെ തുടങ്ങി ഇബാദത്ത് എന്ന് പറയുന്നത് എന്തൊക്കെയുണ്ടോ അത് മുഴുവനും അർപ്പിക്കേണ്ടത് ആർക്കാണ്? അള്ളാഹുവിന് മാത്രമാണ്. അള്ളാഹു അല്ലാത്ത ഒരാൾക്കും നൽകാൻ പാടില്ല. അള്ളാഹുവെ സഹായിക്കണേ എന്ന് പറയുന്നത് പോലെ മുഹീദ്ദീൻ ശൈഖെ സഹായിക്കണേ എന്ന് പറയാൻ പാടില്ല. ശിർക്കാണത്, കുഫ്റാണത്. അള്ളാഹുവെ ഹിദായത്തിലാക്കണേ എന്ന് പറയുന്നത് പോലെ മുഹമ്മദ് നബിയെ ഹിദായത്തിലാക്കണേ എന്ന് പറയാൻ പാടില്ല. അത് അള്ളാഹിനോട് മാത്രമേ പറയാൻ പാടുള്ളൂ. കാരണം അള്ളാഹ് സൃഷ്ടിച്ചെന്തിനാ? ഇബാദത്ത് അവന് മാത്രമാക്കുന്നതിന് വേണ്ടിയാണ്. അത് തന്നെ നമ്മൾ പ്രഖ്യാപിക്കുന്നത്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ഈ ഇബാദത്തിന് വേണ്ടിയാണ് അള്ളാഹു നമ്മൾ സൃഷ്ടിച്ചത്. ഞാൻ സൂചിപ്പിച്ചല്ലോ, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഉംറ, സദഖ, വിശുദ്ധ ഖുർആനിന്റെ പാരായണം, പഠനം, സാമൂഹിക സേവനങ്ങൾ, ഇസ്ലാമിക ദഅവ തുടങ്ങി എല്ലാ നന്മകളും എല്ലാ പുണ്യകർമ്മങ്ങളും അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കാംക്ഷിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅപ്രകാരം ചെയ്യുമ്പോൾ മാത്രമാണ് അത് ഇബാദത്താകുന്നത്. ഈ ഇബാദത്ത് ഇത് നമ്മളിപ്പോൾ നിർവഹിക്കുന്ന ഇബാദത്ത്, ഇഖ്ലാസും ഇത്തിബാഉം കൂടി നിർവഹിക്കുന്ന ഇബാദത്ത് റിസ്ഖ് വിശാലമാകാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. അല്ലാഹു അക്ബർ. നമ്മുടെ റിസ്ഖിൽ ബറക്കത്തുണ്ടാകാനുള്ള കാരണങ്ങളിൽ ഒന്നാണ്. അല്ലാഹുവിന്റെ ഖുർആനിൽ 20-ാമത്തെ അധ്യായം 132-ാമത്തെ ആയത്ത് സൂറത്തു ത്വാഹ, നബിയോട് അല്ലാഹു പറയാണ്, എന്താ പറയുന്നത്? വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വാ വഅ്മുർ അഹ്ലക ബിസ്സലാഹ് വസ്തബിർ അലൈഹാ. നബിയോട് പറയാൻ, നബിയെ താങ്കൾ താങ്കളുടെ കുടുംബത്തോട് നിസ്കരിക്കാൻ കൽപ്പിക്കുകയും വസ്തബിർ അലൈഹാ, അതിൽ നിസ്കാരത്തിൽ താങ്കൾ ക്ഷമാപൂർവം ഉറച്ചു നിൽക്കുകയും ചെയ്യുക എന്നാണ്. ഇതൊരു വല്ലാത്ത വാക്കാണ്. ഏതൊരു മനുഷ്യനോട് നമുക്ക് നിസ്കരിക്കാൻ പറയാൻ പറ്റും, എളുപ്പമാണ്. പക്ഷെ പുറത്തൊരാളോട് പറഞ്ഞാൽ കേൾക്കുന്നതിലേറെ, ശരിക്കും ശ്രദ്ധിക്കണം, പുറത്തൊരാളോട് വയലു പറഞ്ഞാൽ, ഉപദേശിച്ചാൽ കേൾക്കുന്നതിലേറെ പ്രയാസവും സ്വീകാര്യത കുറവാണ് വീടിനകത്തുള്ള ഒരാളോട് പറയുമ്പോ. നമുക്കെല്ലാവർക്കും അനുഭവമുള്ള എന്താ? ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ വേഗം കേൾക്കും.
പക്ഷെ നിങ്ങളോട് പറഞ്ഞ പോലെ ഞാൻ എന്റെ മോനോട് പറഞ്ഞാൽ കേട്ടോളുന്നില്ല. കാരണം എന്താ, അത് നമ്മളെ വാപ്പല്ലേ, അത് നമ്മളെ പുതിയാപ്പിളല്ലേ, അത് നമ്മളെ പെണ്ണുങ്ങളല്ലേ, സ്വീകാര്യത കുറയും. എന്നങ്ങൾ നാട്ടുകാർ പറഞ്ഞു നോക്കി, വേഗം സ്വീകരിക്കും. അവിടെയാണ് നമ്മൾ മുമ്പ് സൂറത്തുൽ ലുഖ്മാനിൽ മഹാനായ ലുഖ്മാൻ തന്റെ മോനെ ഉപദേശിച്ച് നമ്മൾ പഠിച്ച്, അവിടെ ഇതേ ഉപദേശമുണ്ട്, നിസ്കരിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഏറ്റവും പ്രയാസമുള്ളത് അവനാന്റെ കുടുംബത്തോട് ദഅവത്ത് നടത്താനാണ്, അവനാന്റെ കുടുംബത്തെ ദീനിൽ വളർത്താനാണ്, അവനാന്റെ മക്കളെ ദീനീ പാതയിൽ കൊണ്ടുവരല ഏറ്റവും പ്രയാസം. വേറൊന്നും പ്രയാസമല്ല, നാട്ടുകാരോട് എന്തു പറഞ്ഞു കൊടുക്കാം. സുബ്ഹാനക അല്ലാഹു തആല എളുപ്പാക്കി തരുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇവിടെ നബിയോട് അല്ലാഹു പറയണത് കുടുംബത്തോട് അങ്ങനെ നിൽക്കാൻ കൽപ്പിക്കണം, പറയണം. അതിൽ താങ്കൾ ക്ഷമാപൂർവ്വം ഉറച്ചു നിൽക്കണം. എന്നിട്ട് പറഞ്ഞ വാക്കാണ് നമുക്കിവിടെ പ്രധാനം. ലാ നസ്അലുക റിസ്ഖ, നിന്നോട് നാം റിസ്ഖ് ചോദിക്കുന്നില്ല. നഹ്നു നർസുഖുക, നാം നിനക്ക് റിസ്ഖ് നൽകുകയാണ് ചെയ്യുന്നത്. നബിയോടുള്ള പറയാ, നാം നിനക്ക് റിസ്ഖ് നൽകുകയാണ് ചെയ്യുന്നത്. വൽ ആഖിബത്തു ലിത്തഖ്വ, തഖ്വയുള്ളവർക്കാകുന്നു നല്ല പര്യവസാനം. ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വിവരിക്കുന്നത് കാണാൻ പറ്റും. ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക. ഈ വാക്കുകൾ ഉറങ്ങരുത്, ശ്രദ്ധിച്ചു കേൾക്കണം. ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക, നിന്നോട് മുഹമ്മദ് നബിയെ, നിന്നോട് നാം ഉപജീവനം ചോദിക്കുന്നില്ല, നാം നിനക്ക് ഉപജീവനം നൽകുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ യഅനി, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇദാ അഖംതസ് സ്വലാത്ത, ഇദാ അഖംതസ് സ്വലാത്ത അതാക റിസ്ഖു മിൻ ഹൈസു ലാ തഹ്തസിബ്, നീ നിസ്കാരം കൃത്യമായി നിർവഹിക്കുകയാണെങ്കിൽ, നീ വിചാരിക്കാത്ത രീതിയിൽ, നീ കണക്കാക്കാത്ത രീതിയിൽ നിനക്ക് റിസ്ഖ് വന്നെത്തും. സുബ്ഹാനല്ലാഹ്. ആളുകൾ നിസ്കാരം മാറ്റിവെക്കുന്നത് റിസ്ഖിന്റെ തേട്ടത്തിന്റെ പേരിലാണ്. ആളുകൾ നിസ്കാരം ഖളാക്കുന്നത് ഉപജീവനത്തിന്റെ പേരിലാണ്. ബാങ്ക് കൊടുത്താലും ഇഖാമത്ത് കൊടുത്താലും ഷട്ടർ നടക്കാൻ പോലും താല്പര്യം കാണിക്കാത്തത് റിസ്ഖ് പൊട്ടിപ്പോകുമോ എന്ന് പേടിച്ചിട്ടാണ്. ഇവിടെ അല്ലാഹു പറയാണ്, ഞാൻ നിനക്ക് തരാന്ന്. തഫ്സീറിൽ കാണാതെ എന്ത്, നീ നിസ്കാരം കൃത്യമായി നിർവഹിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, നീ വിചാരിക്കാത്ത രീതിയിൽ നിനക്ക് റിസ്ഖ് വന്നെത്തുമെന്നാണ്. അല്ലാഹു അക്ബർ കബീറ. ആയത്തിന്റെ ശറഹും എവിടെ? ഈ ഉമ്മത്ത് മുസ്ലിം എവിടെ? കച്ചവടക്കാരെവിടെ? വളരെ ഗൗരവമുള്ള വിഷയമാണ്, ഗൗരവമുള്ള കാര്യമാണ്. അല്ലാഹു പറയണത് ഇബാദത്തെടുത്താൽ, വിശിഷ്യ ഇബാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം. ഈ നിസ്കാരത്തിലാണ് എല്ലാ മുസ്ലിങ്ങളും പരാജയപ്പെടുന്നത്. കച്ചവടക്കാർക്ക് മുഴുവൻ പ്രശ്നം. റമദാനിൽ പോലും ഇശാ ബാങ്ക് കൊടുത്തിട്ട് പള്ളിയിൽ വരാൻ കഴിയാത്ത കച്ചവടം. ഒരു നേരം ഷട്ടർ താത്തിയിട്ട് അള്ളാന്റെ മുന്നിലൊന്ന് കൈകെട്ടി നിൽക്കാൻ മാത്രം മനസ്സ് വിശാലമാകാത്ത കച്ചവടം ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കുക. ഇത്രേ കച്ചവടത്തിൽ ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുന്നവരോട് അള്ളാന്റെ റസൂൽ, അള്ളാഹുവിന്റെ ദീനിൽ വിശാലമായി വിവരിക്കണ കാര്യം എന്താ അറിയോ? നിസ്കരിച്ചാൽ റിസ്ഖിന് വിശാലത ഉണ്ടാകുന്നതാണ്. നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? വളരെ ഗൗരവമാണ് പ്രിയമുള്ളവരെ. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു തആല എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ഞാനതിനെ, അതിന്റെ അറബി കുറെ ഒഴിവാക്കിയിട്ട് മലയാളം മാത്രം പറയാം. തന്റെ കുടുംബത്തിന് ഞെരുക്കവും പ്രയാസമൊക്കെ ഉണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിന് കൽപ്പിച്ചുകൊണ്ട് ഈ ആയത്ത് പാരായണം ചെയ്യുമായിരുന്നു. ഇതറിയോ? വഅ്മുർ അഹ്ലക ബിസ്സലാ വസ്തബിർ അലൈഹാ. നീ നിന്റെ കുടുംബത്തോട് നിസ്കരിക്കാൻ കൽപ്പിക്കുക, അതിൽ ക്ഷമാപൂർവ്വം ഉറച്ചു നിൽക്കാൻ. എപ്പോ വീട്ടിൽ ഞെരുക്കവും പ്രയാസം ഉണ്ടായ നബി ആയത്തോതും ആരോട്? അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തോട്, അഹ്ലുബൈത്തിനോട്. നമ്മൾ നമ്മുടെ കുടുംബത്തോട് കൽപ്പിക്കേണ്ടതല്ലേ? നമ്മൾ നമ്മുടെ കുടുംബത്തോട് ആവശ്യപ്പെടേണ്ടതല്ലേ? അള്ളാഹു അനുഗ്രഹിക്കുമാറട്ടെ. ഒരു വാചകം കൂടി പറഞ്ഞ അവസാനിപ്പിക്കുകയാണ്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാക്കുണ്ട്, അസ്സലാ, നിസ്കാരം. ആ നിസ്കാരത്തിന്റെ മെച്ചം എന്തറിയോ? ഒന്നത് റിസ്ഖ് നേടിത്തരും, ആരോഗ്യം നിലനിർത്തും, അപകടങ്ങളെ തടയും, രോഗങ്ങൾ അകറ്റി നിർത്തും, ഹൃദയത്തിന് ശക്തി പകരും, മുഖപ്രസന്നതയുണ്ടാക്കും, ശാരീരിക ഉന്മേഷമുണ്ടാക്കും, അതുപോലെ അലസതയെ മാറ്റും. സാദുൽ മആദിൽ വിവരിക്കുന്ന കാണാൻ പറ്റും. ലോകപ്രസിദ്ധമായ വാചകമാണ്, ലോകപ്രസിദ്ധമായ വാചകം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു വാക്ക് കൂടി കൂട്ടിച്ചേർക്കട്ടെ. റസൂൽ പറയാണ്, ഇന്നല്ലാഹ തആല യഖൂലു യാ ഇബ്ന ആദം തഫറഉ ലിഇബാദതി അംല സദറക വൈനൻ വഅസുദ്ദ ഫഖറക. ഓ ആദമിന്റെ പുത്ര, നീ എന്നെ ആരാധിക്കുന്നതിൽ മുഴുകുക,
എനിക്ക് ഇബാദത്തിற்கு നീ സജീവനാവുക. എന്നാൽ നിന്റെ ഹൃദയത്തിൽ ഞാൻ ഐശ്വര്യം നിറക്കും, നിന്റെ ദാരിദ്ര്യത്തെ ഞാൻ തടുക്കുന്നതാണ്. ഇബാദത്തിൽ മുഴുകിയാൽ നഫ്സിന് ഐനയുണ്ടാവും, ഐശ്വര്യം ഉണ്ടാവും, പിന്നെയോ ദാരിദ്ര്യം ഉണ്ടാവില്ല. എന്നാൽ നീ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ, നിനക്ക് ഇബാദത്തിന് സമയമില്ലെങ്കിൽ, നീ ഇബാദത്തിനെ പരിഗണിക്കുന്നില്ലെങ്കിൽ, നിന്റെ മുന്നിൽ ഞാൻ ജോലി തിരക്ക് കൊണ്ട് നിറക്കും. നിന്ന് തിരിയാൻ നേരം ഉണ്ടാവില്ല. രാവിലെ ഷട്ടർ ഓപ്പൺ ആക്കി വൈകുന്നേരം വരെ അവസാനം ഓടും. എവിടെ? വലം അസുദ്ധ ഫഖറക, നിന്റെ ദാരിദ്ര്യത്തെ ഞാൻ തടയുകയില്ല. അതായത് ഓന്റെ ശ്രദ്ധ ദുനിയാവിൽ മാത്രമാണ്. ആരാധനയല്ലാത്ത എല്ലാറ്റിലും അയാൾ ശ്രദ്ധാലുവാണ്. അതിനാൽ ഹൃദയം എപ്പോഴും അസംതൃപ്തി നിറഞ്ഞതായിരിക്കും. ഇങ്ങോട്ട് പരിശോധിച്ച് നോക്കി, മിക്ക ജീവിതത്തിലും കുടുംബജീവിതത്തിലും അസംതൃപ്തി നിലനിൽക്കുന്നതിന്റെ കാരണം ദുനിയാവാണ് ലക്ഷ്യം, ആഖിറല്ല. അതോട് സമ്പത്തിലെ വർക്കത്തുണ്ടാവില്ല, കുടുംബത്തിലെ വർക്കത്തുണ്ടാവില്ല, മക്കളിൽ വർക്കത്തുണ്ടാവില്ല, ജീവിതത്തിൽ വർക്കത്തുണ്ടാവില്ല, ഒന്നിലും വർക്കത്തുണ്ടാവില്ല. അല്ലാഹുൽ മുസ്തആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ മുഴുവനും ബർക്കത്ത് ചൊരിയുമാറാകട്ടെ. നമ്മുടെ ഇണകളിലും മക്കളിലും അല്ലാഹു ബർക്കത്ത് ചൊരിയുമാറാകട്ടെ. എല്ലാവിധ ശാരീരിക, മാനസിക, സാമ്പത്തിക വിഷമതകളും അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പാപങ്ങളും പുറത്തു മാപ്പ് നൽകുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ പീഡിപ്പിക്കപ്പെടുന്ന, അട്ടിയോടിക്കപ്പെടുന്ന ഉമ്മത്ത് മുസ്ലിമ അല്ലാഹുർക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. മസ്ജിദുൽ അഖ്സയെ അല്ലാഹു മോചിപ്പിക്കുമാറാവട്ടെ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കൈകളിലേക്ക് അല്ലാഹു അതിനെ നൽകുമാറാവട്ടെ. രണ്ട് ഹറമുകൾ സംരക്ഷിക്കപ്പെടുന്നത് പോലെ ഇതും അല്ലാഹു തആല അഹ്ലുസുന്നയുടെ കൈകളിലേക്ക് നൽകുമാറാവട്ടെ. എല്ലാവിധ പഴച്ച കൂട്ടുകെട്ടുകളിൽ നിന്നും അല്ലാഹു ഉമ്മത്ത് മുസ്ലിമയെ കാക്കുമാറാവട്ടെ. ഉത്തരേന്ത്യയിൽ അല്ലാഹു തആല സമാധാനം ചൊരിയുമാറാകട്ടെ. മസ്ജിദുകൾ, വഖഫ് സ്വത്തുക്കൾ അല്ലാഹു തആല സംരക്ഷിക്കുമാറാകട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.